ഹലോ, നമസ്കാരം. എല്ലാവർക്കും ഗോകുലാഷ്ടമീൻ്റെ ആശംസകൾ. കുറേ പേര് സെലിബ്രേറ്റ് ചെയ്യുന്നവരുണ്ടാവും, വീട്ടിൽ തന്നെ പൂജ ചെയ്യുന്നവരുണ്ടാവും, തൊട്ടിൽ കെട്ടുന്നവരുണ്ടാവും, രാത്രി 12 മണിക്ക് പൂജ ചെയ്യുന്നവരുണ്ടാവും, ഫാസ്റ്റ് ചെയ്യുന്നവരുണ്ടാവും. എസ്പെഷ്യലി അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഇവിടെ മഹാരാഷ്ട്രയിൽ ഭക്തി ഭയങ്കര ഹൈ, എന്താ പറയുക, ഇൻറ്റൻസിറ്റി ഉള്ള ഒരു ആസ്പെക്റ്റാണ്. അപ്പം കുറേ പെണ്ണുങ്ങൾ, അധികം പെണ്ണുങ്ങൾ, ആണുങ്ങളും ചെയ്യാറുണ്ട്, പക്ഷേ മോസ്റ്റ്ലി പെണ്ണുങ്ങൾ എന്തായാലും ഈ ഡേ 24 hours ഫാസ്റ്റ് ചെയ്തിട്ടാണ് ഈ 12 o'clock രാത്രി 12 മണിക്ക് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പോകും. അപ്പം പായസം ഉണ്ടാക്കിയിട്ടും പിന്നെ മധുരമുള്ള, എന്താ പറയുക, ക്ഷീര എന്ന് പറയും, നമ്മൾ ഈ റവേൻ്റെ മധുര, എന്താ പറയുക, റവ ലഡു എന്ന് പറയും നമ്മളെ വീട്ടിലൊക്കെ. അപ്പം അതിൻ്റെ ഉപ്മാവ്, മധുരമുള്ള ഉപ്മാവ് എന്ന് പറയാം, അങ്ങനെ. അതാണ് ക്ഷീര എന്ന് പറഞ്ഞത്. അതിവിടെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ഭയങ്കര പ്യുവറായിട്ട് കൺസിഡർ ചെയ്യുന്നൊരു പ്രസാദമാണ് അത്. അങ്ങനെ പല സാധനം, പാല്, അങ്ങനെ കൃഷ്ണന് ഇഷ്ടമുള്ള, എന്ന് വെച്ചാൽ കൃഷ്ണ ഗോകുലാഷ്ടമി കൃഷ്ണൻ്റെ ബർത്ത്ഡേ ആണല്ലോ, അപ്പം അതിനുവേണ്ടി സെലിബ്രേറ്റ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട് ഒരുപാട്. എന്താ പറയുക, അതിന് വേണ്ടിയുള്ള തയ്യാറി എന്ന് പറയും, എന്താ പറയുക, പ്രിപ്പറേഷൻസ് ഒരുപാട്. അതിന് വേണ്ടിയുള്ള എല്ലാ, എന്താ പറയുക, സെറ്റിങ് ചെയ്യാൻ പൂക്കൾ വാങ്ങുക. ചില ആൾക്കാർ കരിമ്പ് വാങ്ങിയിട്ട് സൈഡിൽ വെക്കും, ചില ആൾക്കാർ തൊട്ടിൽ വാങ്ങും. പിന്നെ ചെറിയ കൃഷ്ണൻ്റെ കുഞ്ഞ് ആ തൊട്ടിലിരിക്കാം, ഇത്രയുള്ള തൊട്ടിലിൽ ഇരിക്കാൻ പറ്റുന്ന ചെറിയ രൂപങ്ങൾ വാങ്ങും. അതിനുള്ള ഡ്രസ്സ്, പിന്നെ പൂക്കൾ, രംഗോളി, ഈ പൊടി കൊണ്ട് കളം വരയ്ക്കുന്ന മഹാരാഷ്ട്രയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. എല്ലാ ഓസ്പീഷ്യസ് ആയിട്ടുള്ള, എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, എസ്പെഷ്യലി ഡിവോഷണലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിവസങ്ങൾ രംഗോളി വരയ്ക്കുന്നത് മസ്റ്റായിട്ടുള്ള കാര്യമാണ്. സോ രംഗോളി വരയ്ക്കണം. പിന്നെ പല ടൈപ്പ് ഓഫ് ഫ്രൂട്ട്സ് ഓഫർ ചെയ്യാനുണ്ടാവും. എന്ന് പറഞ്ഞു വെച്ചാൽ എന്താ, നൈവേദ്യ ചടാന എന്ന് പറയും ഇവിടെ, ഭോഗ് ചടാന എന്ന് പറയും. അതെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ നേരിക്കുക എന്ന് പറയില്ലേ, അങ്ങനെ നൈവേദ്യം ആയിട്ട് നമ്മളിങ്ങനെ ദൈവത്തിന് മുമ്പിൽ വെക്കുന്നത്, അങ്ങനെ ചെയ്യുന്ന ഒരു ഒരു സിസ്റ്റം ഉണ്ട്. പിന്നെ ഫാസ്റ്റ് ചെയ്യും 24 hours. വെള്ളം കുടിക്കുമോ എനിക്കറിയില്ല അതിനെക്കുറിച്ച്. ഞാൻ ജീവിതത്തിൽ ഇതൊരു ഫാസ്റ്റ് ചെയ്ത ആളല്ല, അതുകൊണ്ട് എനിക്കതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് അറിയില്ല. പക്ഷേ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, പിന്നെ നമ്മളെ പരിചയത്തിലുള്ള അപ്പുറത്തുള്ള ആൻറ്റിമാരുണ്ട്, പിന്നെ ചില കുട്ടികൾ, ഞങ്ങളെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ അമ്മമാരൊക്കെ നമ്മൾ അങ്ങനെ കേൾക്കാം. അപ്പോൾ അവർ ഫാസ്റ്റ് ചെയ്യും, ഒന്നും കഴിക്കില്ല. പിന്നെ ചില ആൾക്കാർ ഇങ്ങനെ എന്താ പറയുക, ഫാസ്റ്റിന് പറ്റാത്തതായിട്ടുള്ള ചില സംഭവങ്ങളുണ്ടാവും. ഈ സാബുദാന എന്ന് പറഞ്ഞാൽ അതിൻ്റെ കിച്ചടി എന്ന് പറയും, എന്ന് വെച്ചാൽ ഉപ്മാവ് ടൈപ്പുള്ള സാബുദാന എന്ന് പറഞ്ഞ സാധനം, അതിൻ്റെ ഉപ്മാവ് മാത്രം കഴിക്കുന്ന ആൾക്കാരുണ്ടാവും. ചില ആൾക്കാർ ഈ ഒരു ഗോതമ്പിൻ്റെ ഒരു, എന്തായാലും പറയും, എനിക്കറിഞ്ഞൂടാ എന്താ അതിന് പറയാം മലയാളത്തിൽ, പക്ഷേ ഒരു ഭഗർ എന്ന് പറയും, അതിൻ്റെ ഉപ്മാവ് കഴിക്കുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെ ചില ആൾക്കാർ ഫ്രൂട്ട്സ് കഴിക്കും, ചില ആൾക്കാർ ചായ, അങ്ങനത്തെ പാൽ ഐറ്റംസ് കുടിക്കില്ല, ഉപ്പ് കഴിക്കില്ല, അങ്ങനെയൊക്കെ. അപ്പോൾ പല ടൈപ്പ് ഓഫ് ഫാസ്റ്റിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ഇനി സ്പെസിഫിക് ആയിട്ടുള്ള ഫാസ്റ്റിങ്ങിന് വേറെ ആൾക്കാർ ഏതെങ്കിലും ടൈപ്പ് ചെയ്യുന്നോ എന്നുള്ളത് ഐ ഹാവ് നോ നോളജ്, അതുകൊണ്ട് ഞാനെക്കുറിച്ച് ഡീറ്റെയിൽ പറയുന്നില്ല. എന്തായാലും നോർമൽ നമ്മൾ കഴിക്കുന്നത് പോലെ എല്ലാ ദിവസവും ഭക്ഷണം നോർമലി ചോറിന് അങ്ങനത്തെ സംഭവങ്ങൾ ചെയ്യില്ല. അതിനുശേഷം 12 o'clock ഈ എന്താ പറയുക, ബർത്ത്ഡേ സെലിബ്രേഷൻ അല്ലെങ്കിൽ പൂജ കഴിഞ്ഞതിന് ശേഷം, കൃഷ്ണൻ ജനിച്ചു നമ്മൾ 12 o'clock അതിന് അവിടെ പോയി നമ്മൾ പ്രാർത്ഥിച്ച് ഇതൊക്കെ ആയി കഴിഞ്ഞതിന് ശേഷം മാത്രമേ അവർ ഭക്ഷണം കഴിക്കുള്ളൂ. അപ്പം അങ്ങനെയാണ്. അത് നമ്മൾ വീട്ടിലുണ്ടാക്കിയ ഭക്ഷണം തന്നെ വേണം. മറിച്ചുള്ള പ്രോപ്പർ ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രോപ്പർ മീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ബാലൻസ്ഡ് ഡയറ്റാണ്. നമ്മൾ പണ്ട് സയൻസിലൊക്കെ പഠിച്ച പോലെ പ്രോപ്പർ ബാലൻസ്ഡ് ഡയറ്റാണ്. അപ്പോൾ അതിൽ ചപ്പാത്തി ഉണ്ടാവും, റോട്ടി, പറാഠ, എന്താ പറയുക വെച്ചാൽ അങ്ങനെ. പിന്നെ ചോറുണ്ടാവും, ഡാൽ ഉണ്ടാവും ചോറിൻ്റെ കൂടെ കഴിക്കാൻ. പിന്നെ ഏതെങ്കിലും ഒരു സബ്ജി, 1-2 സബ്ജി ഉണ്ട്. ഇപ്പോൾ ഇങ്ങനെ ഫെസ്റ്റീവ് ആയിട്ടുള്ള ഒരു ദിവസമാണ്, സ്പെഷ്യൽ ആയിട്ടുള്ള ദിവസമാകുമ്പോൾ 2-3 ഭാജികളുണ്ടാവും. ഭാജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ എന്താ പറയുക, മെഴുക്കുവരട്ടി, ഉപ്പേരി, അല്ലെങ്കിൽ കൂട്ടിന് ഉള്ള കൂട്ടുകറി പോലത്തെ അങ്ങനത്തെ ഐറ്റംസ് ആയിരിക്കും. നമ്മളിപ്പോൾ സദ്യക്ക് പോകുമ്പോൾ കുറേ വിഭവങ്ങളുണ്ടാവില്ല, അതുപോലെ. സോ അങ്ങനെ ഉണ്ടാവും. പിന്നെ അച്ചാറ്, പപ്പടങ്ങൾ, ഫ്രെയിംസ് പോലത്തത്, വറുത്തിട്ടുള്ളത്, ഫ്രൂട്ട്സ്. പിന്നെ മധുരത്തിന് സ്പെഷ്യസ് ആയിട്ട് ഇവിടെ ശ്രീഖണ്ഡ് എന്ന് പറഞ്ഞൊരു സംഭവമാണ്. എനിക്കറിയില്ല എത്ര പേർക്ക് അറിയുണ്ടാവും എന്നുള്ളത്. കുറേ പേർക്ക് അറിയുണ്ടാവും എനിക്ക് തോന്നുന്നു. അറ്റ്ലീസ്റ്റ് നാട്ടിലൊക്കെ അത് ഫേമസ് ആണോ, അങ്ങനെ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ, വാങ്ങാറുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ലാത്തതുകൊണ്ട് ശ്രീഖണ്ഡ് എന്ന് പറഞ്ഞ ഒരു സാധനമാണ്. അതൊരു മധുരമുള്ള, നമ്മൾ പീനട്ട് ബട്ടറൊക്കെ ഇല്ല, പീനട്ട് ബട്ടറിൻ്റെ ഒരു സ്വീറ്റ് ആൻഡ് വേർഷൻ. അതിൻ്റെ ഒരു ഇതും കൊണ്ടുണ്ട്, എന്താ പറയുക, അതൊരു എന്താ ടേസ്റ്റ് എന്ന് പറയാൻ എനിക്കറിയില്ല. പിസ്ത അതൊക്കെയാണെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനത്തെ ടേസ്റ്റ് ആണ്. നല്ല രുചിയുള്ള, ഇലൈച്ചീൻ്റെ ഫ്ലേവർ ഉള്ളത്, പിസ്തേൻ്റെ ഫ്ലേവർ ഉള്ളത്, പിന്നെ മാങ്ങേൻ്റെ ഫ്ലേവർ, അത് എൻ്റെ ഫേവറേറ്റ്. ആമ്രഖണ്ഡ് എന്ന് പറയുന്നത് നല്ല ടേസ്റ്റുള്ള. അപ്പോൾ അതും പൂരിയൊക്കെയാണ് ഏറ്റവും കൂടുതൽ സ്പെഷ്യസ് ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ കഴിക്കുന്നത്. പിന്നെ ഇതൊക്കെ നൈവേദ്യം അർപ്പിച്ചിട്ട് അതിന് ശേഷമാണ് കഴിക്കുക. പിന്നെ ഇതിൻ്റെ കൂടെ
അസോസിയേറ്റഡ് ആയിട്ട് വൈകുന്നേരം സന്ധ്യാസമയത്ത് തുടങ്ങുന്ന ഒരു സംഭവമാണ് ദഹി ഹണ്ടി എന്ന് പറയുന്നത്. ഒരു കുടത്തിൽ ഈ ഉറി കെട്ടി തൂക്കിയിട്ട് കൃഷ്ണൻ പണ്ട് പൊട്ടിച്ചിട്ട് ഈ വെണ്ണ കട്ട് തിന്നുന്ന ഒരു സംഭവമുണ്ടല്ലോ, അതിൻ്റെ ഒരു പ്രതീക അല്ലെങ്കിൽ ഒരു മെമ്മറി സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം സെലിബ്രേറ്റ് ചെയ്യുന്നതാണ് എൻ്റെ ബേസിക് ഐഡിയ. അതിന് ഡീറ്റെയിൽസ് എന്താണെന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ അതിനകത്ത് കുറേ നല്ല സംഭവങ്ങളൊക്കെ നമ്മൾ കുട എടുത്ത് അതിനെ നല്ലതായിട്ട് പെയിൻറ്റ് ചെയ്തൊരു കുടം, നല്ല പൂക്കളൊക്കെ കെട്ടി അതിൻ്റെ മുകളിൽ പെയിൻറ്റിങ്സൊക്കെ ചെയ്തിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കുടം, കുറേ ഹൈറ്റിൽ ഇങ്ങനെ ഒരു നമ്മളെ കയറിന് മുകളിൽ കെട്ടും. അങ്ങനെയായിരുന്നു പണ്ടൊക്കെ. ഇപ്പോൾ ക്രെയിനൊക്കെ യൂസ് ചെയ്യുന്നത് അതിന് മുകളിൽ തൂക്കിയിടാം. സോ അങ്ങനെ കെട്ടിയിട്ട് അതിനകത്ത് തൈര്, ദഹിയാണ് ഈ ദഹി എന്ന് പറഞ്ഞാൽ തൈര്. അപ്പോൾ ദഹിയാണ് അതിൻ്റെ മെയിൻ ഐറ്റം. ദഹി ഹണ്ടി, ഹണ്ടി എന്ന് പറഞ്ഞാൽ കുടം. സോ ദഹി നിറച്ച കുടം അത് പൊട്ടിക്കുന്നതാണ് ഈ ഒരു ഗെയിം, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ഇപ്പോൾ ഓണത്തിനൊക്കെ നമുക്ക് ഓണപരിപാടികൾ ഉണ്ടാവില്ലേ, പുലിക്കളി അങ്ങനെ ഇങ്ങനെ പ്രോഗ്രാംസ് ഉണ്ടാവില്ല. അതുപോലെ ഇതൊരു കോമ്പറ്റീഷനാണ്, അങ്ങനെ പറയാം, കോമ്പറ്റീഷനാണ്. അപ്പം വേറെ വേറെ സിറ്റീസിൽ നിന്നൊക്കെ ടീംസ് വരും ഇത് കളിക്കാൻ വേണ്ടി. ഇപ്പോൾ പൂനെ, മുംബൈ അല്ലെങ്കിൽ വേറെ അടുത്തുള്ള വേറെ നാടുകളൊക്കെ ഇങ്ങോട്ടേക്ക് കളിക്കാൻ വരും. ഇപ്പോൾ ഞാൻ പൂനെയിലായതുകൊണ്ട് എനിക്കിവിടെ കാണുന്നത്. അപ്പോൾ വേറെ നാട്ടിലേക്കും നമ്മളെ ആൾക്കാർ പോകുന്നുണ്ടായിരിക്കും, പൂനെത്തെ ആൾക്കാർ പോകുന്നുണ്ടോ, അവിടെ കളിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അതിനൊക്കെ പ്രൈസ് മണി അറേഞ്ച് ചെയ്യുന്നുണ്ടാവും. സ്പോൺസേഴ്സ് ആരാന്ന് വെച്ചാൽ ഇപ്പോൾ പൊളിറ്റീഷ്യൻസ് ആണെങ്കിൽ അങ്ങനെ, സെലിബ്രിറ്റീസ് ആണെങ്കിൽ അങ്ങനെ, ഇൻഫ്ലുവൻസേഴ്സ് അല്ലെങ്കിൽ ഏതെങ്കിലും ബിസിനസ് ആണ് ഇത് ഓർഡർ ചെയ്യുന്നെങ്കിൽ, അത് ഓർഗനൈസ് ചെയ്യുന്നെങ്കിൽ അങ്ങനെ. സോ ദഹിഹണ്ടി എന്ന് പറഞ്ഞൊരു സംഭവം ഇപ്പോൾ ഞാനത് കണ്ടു വന്നതാണ്, 2 സ്ഥലത്ത് പൊട്ടിക്കുന്നത് ഞാനത് കണ്ടു. അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലായിരുന്നു ഞാൻ നിൽക്കുന്നത്. ഞാൻ വിചാരിച്ചാൽ അതിനെപ്പറ്റി ഒന്ന് പറയാം, കാരണം അറിയാത്ത കുറേ പേരുണ്ടാവുമായിരിക്കാം. ഇന്നത്തെ കാലത്ത് പിന്നെ നമ്മളെ കയ്യിൽ ഫോണുണ്ട്, ഫോണിൽ ലോകത്തിൽ മുഴുവൻ എല്ലാ സംഭവങ്ങളും അതിലുണ്ട്. സോ എന്ത് സാധനം ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാലും യു ക്യാൻ ജസ്റ്റ് വാച്ച് ഇറ്റ്, ആൻഡ് യൂട്യൂബിൽ നോക്കി കഴിഞ്ഞാലും വീഡിയോസ് നമുക്ക് കാണാം. സോ അതൊരു ഒരു അറിയാത്ത ആളാണെങ്കിലും അല്ലെങ്കിൽ അതിനെപ്പറ്റി വിവരമില്ല അല്ലെങ്കിൽ അങ്ങനെ സംഭവം കേട്ടിട്ടേ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് ഈസി ആയിട്ട് അതിനെപ്പറ്റി കണ്ടുപിടിക്കാമെന്നുള്ളൂ. അതുകൊണ്ട് കണ്ടിട്ടില്ലാത്ത ആൾക്കാർ കാണണം. അതൊരു ബ്യൂട്ടിഫുൾ സംഭവം തന്നെയാണ് കാണും. കോമ്പറ്റേറ്റീവ് അത് കുറേ റിസ്ക്കിയാണ്, കാരണം നമ്മൾ ഇങ്ങനെ ഈ പിരമിഡ് പോലെ ആൾക്കാർ കയറും. ആദ്യം വലിയൊരു വട്ടം, പിന്നെ അതിന് മുകളിൽ കുറച്ച് പേര് കയറി ഈ ഡോമിനോസ് ഉണ്ടാക്കുന്ന പോലെ കയറി ഏറ്റവും മേലെ 1-2 പേര് സിംഗിളായിട്ട് കയറിയിട്ട് ലാസ്റ്റ് ആ കുടം വരെ എത്തിയിട്ട് ഇവർ ബാലൻസ് പോകാണ്ട് അത് പൊട്ടിച്ച് അതിനകത്തുള്ള തൈര് വരെ മേലേക്ക് വീഴണം. അപ്പോൾ അതിനുള്ളിൽ ചില്ലറ ഇട്ടതുണ്ടാവും, ആൾക്കാർ പ്രാർത്ഥിച്ചിട്ടിട്ട് എന്താ പറയുക, ഇങ്ങനത്തെ എന്താ പറയുക, ചില്ലറ പ്രാർത്ഥിച്ചിട്ടില്ല, എന്തായാലും പറയാം, ഡൊണേഷൻ എന്ന് പറയാൻ പറ്റില്ല, ദാനമായിട്ടിട്ടവരുണ്ടാവും. അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ആൾക്കാരൊക്കെ ഉണ്ടാവും, പൂക്കളുണ്ടാവും ചില ആൾക്കാർ വീട്ടിൽ നിന്ന്, ചില അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഉള്ളൊരു സംഭവം കുടം പൊട്ടിക്കലാണ് ഈ ദഹി ഹണ്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആചാരം. ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ ടു വാച്ച്. റിസ്ക്കിയാണ്. അവർ വഴുതി താഴോട്ടേക്ക് വീണിട്ടുണ്ടെങ്കിൽ ഗ്രൗണ്ടിലേക്കാണ് ഹിറ്റ് ആവുക, അല്ലാണ്ട് വേറെ പിടിക്കാൻ ആൾക്കാർ അങ്ങനെ ചുറ്റും ഗാർഡ്സൊക്കെ ഉണ്ടാവുമെങ്കിലും നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ അപകടം പറ്റിയ കുറേ പേരെ എനിക്കറിയാം. അങ്ങനെ ലൈഫ് നശിച്ചുപോയ, തലയിടിച്ച് താഴെ വീണ, അല്ലെങ്കിൽ തോള് അല്ലെങ്കിൽ സ്പൈൻ പൊട്ടിപ്പോയ ആൾക്കാർ, അങ്ങനെയൊക്കെ ആക്സിഡൻറ്റ്സ് പറ്റിയിട്ടുള്ള ചില ആൾക്കാർ വീണ് മരിച്ചു പോയിട്ടുള്ള അങ്ങനത്തെ ആൾക്കാരും അറിയാം. സോ വളരെ റിസ്ക്കി ആയിട്ടുള്ളൊരു ഗെയിമാണ്. ഈടെയായിട്ട് അവർ വെള്ളം ഒഴിക്കലൊക്കെ നിർത്തിയിട്ടുണ്ട്, ബിക്കോസ് സ്ലിപ്പറി ആ ഒരു വഴുക്കൽ കുറയ്ക്കാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പം. എന്തായാലും ഞാനത് കണ്ടുവന്നു. ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു, പാട്ട് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു, ഡാൻസ് ഉണ്ടായിരുന്നു, പിന്നെ വേറെ മ്യൂസിക്കൽ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. ലൈറ്റിംഗ് ഉണ്ടായിരുന്നു, ബ്യൂട്ടിഫുൾ ബീറ്റ്സുള്ള സൗണ്ട്സ് ഉണ്ടായിരുന്നു. ഞാൻ ഭയങ്കര എക്സൈറ്റഡ്, ഐ റിയലി എൻജോയ്ഡ് ഇറ്റ്. അപ്പം അങ്ങനെ കണ്ടിട്ടില്ലാത്ത ആൾക്കാർ, കാണാൻ ചാൻസ് ഇല്ലാത്ത സ്ഥലത്തുള്ള ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ്ലി ഗൂഗിൾ ഇറ്റ്. ഞാൻ അതിൻ്റെ ഒരു ചെറിയ ഷോർട്സ്, ഞാൻ ഷൂട്ട് ചെയ്തൊരു ഷോർട്സ് ഞാനൊരു ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം. സോ ഡെഫിനറ്റ്ലി കണ്ടിട്ടില്ലാത്ത ആൾക്കാർ, അല്ലെങ്കിൽ ഞാൻ കണ്ടത് എന്താണെന്നുള്ളത് യു ക്യാൻ ഓൾസോ വാച്ച്. അതൊരു ബ്യൂട്ടിഫുൾ സിനാരിയാണ്. ഐ മീൻ ആ ഒരു ക്രൗഡും ആ ഒരു ഉത്സവമാണ് ആക്ച്വലി. ഐ മീൻ അതൊരു ഉത്സവം ഫീലിംഗ് ആണ് നാട്ടിലൊക്കെ ഉള്ള പോലെ. അപ്പോൾ നാട്ടിലൊന്നും നമുക്ക് അങ്ങനെ അറ്റൻഡ് ചെയ്യാനുള്ള ചാൻസ് കിട്ടിയിട്ടില്ല. എനിക്കും മോസ്റ്റ്ലി ജോലി തിരക്കൊക്കെ ആയതുകൊണ്ട് ഇവിടെയും കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ പ്രാവശ്യം ഞാനത് എൻജോയ് ചെയ്തു. 2 സ്ഥലത്ത് പോയി ഞാനത് കണ്ടു. ഐ റിയലി എൻജോയ്ഡ് ആൻഡ് ഐ എം റിയലി വെരി ഹാപ്പി ആൻഡ് എക്സൈറ്റഡ്. സോ എവരിബഡി, ഗുഡ് നൈറ്റ്, സീ യു ലേറ്റർ.